ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാണി പൂജയാണ് താനെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി എല്ലാ ശ്രമവും അങ്ങ് നടത്തുകയാണ് കേട്ടോ. എന്നിട്ട് പൂജയെ പോലെ തന്നെ വീണ്ടും സാരി തന്നെ അങ്ങ് ഉടുക്കാൻ തീരുമാനിക്കുകയാണ്. മോഡേൺ ഡ്രസ്സുകളെല്ലാം തന്നെ ഒഴിവാക്കി തനി നാടൻ പെൺകുട്ടിയുടെ പോലെ തന്നെ ആവണം, അതുപോലെ ആയാൽ മാത്രമാണ് ഇവരെല്ലാവരും എന്നെ പൂജയാണെന്നുള്ളത് വിശ്വസിക്കുകയുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റാണി പഴയതുപോലെ പൂജയുടെ പോലെ തന്നെ സാരി എടുക്കാൻ അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് അച്ചമ്മയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ പഴയ പൂജയെ പോലെ തന്നെ ആയിട്ടുണ്ട് എന്നൊക്കെ അച്ചമ്മയ്ക്ക് അങ്ങ് ആശ്വാസമാവാണ്. അങ്ങനെ റാണിയോട് അത് പറയുകയും ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് അർജുനാണെങ്കിൽ പൂജയെ മാറ്റിയത് റാണിയാണ് എന്നുള്ള കാര്യം കിരൺ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അതങ്ങ് മനസ്സിലാവുകയാണ്. ആ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അർജുൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അർജുൻ കയറി വരുന്ന സമയത്ത് പൂജയുടെ അതേ വേഷത്തിൽ തന്നെ സാരി എടുത്തുകൊണ്ട് തനി നാടൻ പെൺകുട്ടിയുടെ ലുക്കിൽ നിൽക്കുന്നത് കാണുമ്പോൾ, ആടി നീ കളിക്ക്, എത്രത്തോളം അധികം നീ കളിക്കുമെന്ന് നമുക്ക് നോക്കാം. നീ ഇപ്പോൾ പൂജയെ പോലെ തന്നെ ആവാൻ വേണ്ടി ശ്രമിച്ചാൽ എൻ്റെ പൂജയുടെ അയലത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ലാടി. നീ എത്ര തന്നെ അഭിനയിച്ചാലും നിന്റെ കള്ളങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ മനസ്സിൽ അർജുൻ അങ്ങ് ചിന്തിച്ചു കൂട്ടാൻ കേട്ടോ. അപ്പോൾ അർജുനെ കണ്ടതോടുകൂടി അച്ചമ്മ പറയുന്നുണ്ട്, അർജുൻ കണ്ടില്ലേ, ഇപ്പോഴാണ് നമ്മുടെ പഴയ പൂജയെ നമുക്ക് തിരിച്ചു കിട്ടിയത്. വാക്കുകൾ കൊണ്ട് ചില സമയത്ത് കസർത്തുകൾ നടത്തുന്ന പൂജയല്ല, ഇപ്പോൾ പഴയ പൂജ തന്നെയാണ് എന്നങ്ങ് അച്ചമ്മ പറയാൻ കേട്ടോ റാണിയെക്കുറിച്ച്. റാണി ഒരു ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ വാക്കുകൾ കൊണ്ട് എല്ലാവരുടെയും വായ അടപ്പിച്ചിരുന്നത് എല്ലാം തന്നെ അച്ചമ്മ അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജ ഇപ്പോൾ നല്ല പോലെ സംസാരിക്കുന്നതും വിനയത്തോടു കൂടി സംസാരിക്കുന്നതും എല്ലാം പഴയതുപോലെ പൂജയെ പോലെ തന്നെയാണ് എന്നുള്ള കാര്യമാണ് അച്ചമ്മ എടുത്തിട്ട് പറയുന്നത് തന്നെ. അങ്ങനെ പൂജയെ പോലെ പാവമായി കുറച്ചെങ്കിലും അഭിനയിച്ചാൽ മാത്രമാണ് എനിക്ക് എൻ്റെ കൈകളിലേക്ക് ആ സ്വത്തുക്കളെല്ലാം തിരികെ എഴുതി വാങ്ങി ഈ വീട്ടിൽ നിന്നും എനിക്ക് കടന്നു കളയാൻ കഴിയൂ എന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാണ് പൂജയെ പോലെ തന്നെ താൻ ഈ പാവമായിട്ടങ്ങ് അഭിനയിക്കാം, ആരോടും ഏറ്റുമുട്ടാനോ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ഇനി തോൽപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ എൻ്റെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ചിന്തയാണ് കേട്ടോ റാണിയുടെ മനസ്സിൽ. പിന്നീട് നന്ദനെ കൊന്ന പൂജയുടെ തലയിൽ കെട്ടിവെക്കണം എന്നുള്ള ഉദ്ദേശം കൂടി റാണിയുടെ മനസ്സിലുണ്ട്. എന്നിട്ട് അത് ചെയ്തത് റാണിയാണെന്നുള്ളത് വരുത്തി തീർക്കണം, എന്നിട്ട് പൂജയായിട്ട് തന്നെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ള ദുരുദ്ദേശം കൂടിയാണ് റാണിയുടെ മനസ്സിലുള്ളത്. അക്കാര്യം റാണി പൂജയോട് നേരിട്ട് പറയുന്ന സമയത്ത് അത് പൂജയ്ക്ക് താങ്ങാനാവാതെ തന്നെയാണ് എൻ്റെ അച്ഛനെ ഇവൾ കൊല്ലുമെന്നുള്ള ആ ഒരു സംസാരം കേട്ടതോടുകൂടി റാണിയെ ഒന്നങ്ങ് തള്ളിയിട്ട് പൂജ അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചത്. പക്ഷേ പൂജയെ തലക്ക് അടിച്ചത് കൊണ്ട് തന്നെ പൂജയ്ക്ക് അവിടുന്ന് രക്ഷപ്പെടാനോ ഒന്നും കഴിയാതെ പൂജയ്ക്ക് തലക്ക് അടി കിട്ടിയതോടുകൂടി പൂജയ്ക്ക് ഇനി അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് റാണി അവിടുന്ന് പോയത്. പിന്നീട് റാണി വീട്ടിലെത്തിയ ശേഷം നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുകയും സ്നേഹത്തോടുള്ള വാക്കുകൾ പറയുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ അച്ചമ്മ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അർജുൻ അങ്ങ് മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ അടുത്ത എന്ത് അടവ് എടുക്കാനാടി നിൻ്റെ തീരുമാനം? നിന്നെ കൊണ്ട് തന്നെ എല്ലാ കള്ളത്തരവും എല്ലാ കാര്യവും ഞാൻ പറയിപ്പിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ അർജുൻ മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് അർജുൻ ഇങ്ങനെ റാണിയെ തുറിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏതുവരെ നീ കളിക്കുമെന്ന് നമുക്ക് നോക്കാം, നിൻ്റെ പുറകെ തന്നെ ഞാനുണ്ട്, ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നിനക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഇന്നത്തോടു കൂടി എനിക്ക് മനസ്സിലായി. നീ നിൻ്റെ തടവിൽ നിന്നും എൻ്റെ പൂജയെ മാറ്റിയത് ഞാൻ പൂജയുടെ അടുത്തേക്ക് ശ്രീകുട്ടം വഴി എത്തുമെന്ന് നീ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എൻ്റെ പൂജയെ അവിടെ നിന്നും നീ മാറ്റിയത് എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ സൂക്ഷിച്ചിരുന്നോ, നീ അധികം വൈകാതെ തന്നെ എൻ്റെ പിടിയിലാകുമെടി എന്നൊക്കെ ഇങ്ങനെ അർജുൻ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പൂജയുടെ സ്വഭാവത്തിൽ അങ്ങ് പെരുമാറുന്നത് കൊണ്ട് അച്ചമ്മയുടെ ഈ നല്ല വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അർജുനെ ഒന്ന് കണ്ണോണ്ട് അങ്ങ് കാണിക്കുക. കേട്ടില്ലേ അജുവേട്ടാ, ഇപ്പോൾ അച്ചമ്മ തിരുത്തി പറയുന്നത് കേട്ടില്ലേ എന്നുള്ള ഭാവത്തിൽ അർജുനോട് ഇങ്ങനെ റാണി കണ്ണോണ്ട് അങ്ങനെ കാണിക്കാൻ കേട്ടോ. പിന്നീട് റാണി നന്ദന് ഫോൺ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് അച്ഛാ, എനിക്ക് അച്ഛന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, അത് പുറത്ത് വെച്ച് കണ്ടാൽ മതി, അച്ഛൻ ഇന്ന സ്ഥലത്തേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ നന്ദൻ ചോദിക്കുക,
ചോദിക്കുകയാണ്, എന്തിനാ മോളെ ഇപ്പോൾ, എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അച്ഛനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് എന്നും പറഞ്ഞിട്ടാണ് നന്ദനെ ഫോൺ വിളിക്കുന്നത്. എന്നിട്ട് റാണി പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ നന്ദനോട് വരാൻ വേണ്ടി പറയാൻ കേട്ടോ. എന്നിട്ട് നന്ദനുമായിട്ട് അങ്ങ് സംസാരിക്കാൻ വേണ്ടിയിട്ട് റാണിയും അങ്ങ് പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് അങ്ങ് സംസാരിക്കാനാണ്. അങ്ങനെ രണ്ടുപേരും കണ്ട സമയത്ത് സ്നേഹത്തോടു കൂടി നന്ദൻ പൂജയാണ് എന്ന് കരുതിയിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. എന്താ മോളെ, എന്താ പൂജ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിൽ? നീ എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്, എന്താ മോളെ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാണ്. അങ്ങനെ ആ സമയത്ത് റാണിയാണെങ്കിലോ മനസ്സിലിങ്ങനെ ദുരുദ്ദേശം വെച്ചിട്ടാണ് നന്ദനെ വിളിച്ചു വരുത്തിയത് തന്നെ. അങ്ങനെ റാണി ചോദിക്കുകയാണ്, അല്ല അച്ഛന് ആദ്യം അഞ്ജനയിലുണ്ടായ ആ കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചതാണ് മോളെ, പക്ഷേ ആ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നങ്ങ് പറയുമ്പോൾ, എങ്കിൽ താനൊന്ന് കേട്ടോ, ആ കുഞ്ഞ് മരിച്ചിട്ടില്ല, ആ കുഞ്ഞ് തന്നെയാണോ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്, കൊല്ലാനേൽപ്പിച്ച ആ കുഞ്ഞ് തന്നെയാണ്, ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. താൻ തൻ്റെ മകളുമായിട്ട് സ്വർഗീയ ജീവിതം ഇവിടെ നയിക്കുമ്പോൾ ആ കുഞ്ഞിന് അവിടെ മരണജീവിതമായിരുന്നു. ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചു എന്നാണ് നീ കരുതി വെച്ചിട്ടുള്ളെങ്കിൽ അത് തെറ്റായിരുന്നടോ. നീ എൻ്റെ അമ്മയെ പഴപ്പിച്ച് വഴിയാധാരമാക്കിയപ്പോൾ നീ ഇവിടെ സന്തോഷത്തോടു കൂടി കുടുംബജീവിതം അനുഭവിക്കുന്നു. എൻ്റെ അമ്മയും ഞാൻ കഷ്ടതുല്യമായ ജീവിതമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നീ കാരണമാണ് എൻ്റെ അമ്മയുടെ സ്നേഹവും ലാളനവും ഒന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. എല്ലാം നീ കാരണമാണ്. നീ ഇവിടെ സ്വർഗീയ ജീവിതം നിന്റെ മകളുമൊത്ത് ആഘോഷിച്ച് ജീവിക്കുമ്പോൾ ഞാൻ അവിടെ മരണതുല്യമായ ജീവിതം തന്നെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്നെ കൊല്ലാനാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ വിധി അതിന് സമ്മതിച്ചില്ല. എങ്ങനെ സമ്മതിക്കും? നിന്നോടുള്ള കണക്ക് ചോദിക്കാൻ ഞാൻ തന്നെ വരേണ്ടേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത്. ഞാൻ തന്നെയാണോടോ നീ വഴിപഴപ്പിച്ച് പോയിട്ടുണ്ടായ ആ മകള് എന്നൊക്കെ പറഞ്ഞ് നന്ദനോട് അങ്ങ് റാണി സംസാരിക്കുകയാണ് കേട്ടോ. അത് കേട്ടതോടുകൂടി നന്ദൻ തന്നെ ആകെ അന്തം വിടുകയാണ്. എന്താ മോളെ, എന്താ നീ പറയുന്നത് എന്നങ്ങ് ചോദിക്കും. അതേടോ, ഞാൻ തന്നെയാണ് അഞ്ജന എന്ന് പറഞ്ഞ ആ സ്ത്രീയിൽ ഉണ്ടാക്കിയ മകൾ, ഈ നിൽക്കുന്ന റാണി തന്നെയാണ് എന്നങ്ങ് പറഞ്ഞിട്ട് നന്ദനെ ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ റാണി. നന്ദൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് ചവിട്ടിയതോടുകൂടി നന്ദൻ നേരെ ടെറസിൻ്റെ മുകളിൽ നിന്നും താഴേക്കങ്ങ് വീഴുകയാണ്. താഴേക്ക് വീണതോടുകൂടി നന്ദൻ വീഴുന്നതും കണ്ട് റാണി സന്തോഷിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ താഴേക്ക് നന്ദൻ വീണത് കണ്ടുകൊണ്ട് തന്നെ റാണി ടെറസിൻ്റെ മുകളിൽ നിന്നും നോക്കി നിൽക്കുകയാണ്. ഇനി ഇയാളുടെ കഥ തീർന്നത് തന്നെ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. പക്ഷേ നന്ദൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നന്ദനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ICUലാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് റാണി ഒന്നും അറിയാത്ത ഭാവത്തിൽ പൂജയെ പോലെ അഭിനയിച്ച് കളയാം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് റാണി മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ റാണി നന്ദനെ ടെറസിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നത് ഒരു പക്ഷേ റാണിയുടെ സ്വപ്നമായിരിക്കും കേട്ടോ. റാണി പൂജയോട് പറഞ്ഞതുപോലെ നിന്റെ അച്ഛനെ ഞാൻ കൊന്ന ശേഷം ആ കുറ്റം നിന്റെ തലയിൽ കെട്ടിവെക്കും. എന്നിട്ട് റാണിയാണ് അത് ചെയ്തത് എന്നങ്ങ് വരുത്തിയിട്ട് നിന്നെയും ഞാൻ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കും എന്ന് റാണി പൂജയോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒക്കെ പേരിൽ റാണി ഒരു പക്ഷേ സ്വപ്നം കണ്ടതായിരിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അതോ റാണിയുടെ സ്വപ്നമാണോ എന്നുള്ളത്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്.